ഡീഹൈഡ്രേഷൻ. ഇതാണ് പഴങ്ങള്, പച്ചക്കറികള്, ഇറച്ചി, മീന്, ഇതൊക്കെ ഉണക്കാൻ വേണ്ടി ജലാംശം വലിച്ചു കളയാണ്. അപ്പൊ വെയിലത്ത് വെച്ചത് ഇതൊക്കെ ഉണക്കം കൊണ്ടാതെ ഇതിന്റെ കളർ നഷ്ടം, പൊടി കയറും, പിന്നെ അതിന്റെ ഗുണങ്ങൾ ന്യൂട്രിയൻസ് പോകും. ഡീഹൈഡ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത് 35 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ ചൂടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണക്കുന്നതിന് 35 മുതൽ 45 ഡിഗ്രി വരെ ചൂടാണ് നമ്മളിതിൽ നൽകുന്നത്. ഈ ചൂടിൽ ഹീറ്റർ ഫാൻ ഉപയോഗിച്ച് ഇതിലെ ജലാംശം വലിച്ചു കളയും. നമ്മൾ 4 തട്ടിലാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. നമ്മൾ വെക്കാൻ പോകുന്നത് മഷ്റൂം നമുക്ക് കുറച്ചുള്ളതാണ്. പിന്നെ പപ്പായ, അപ്പൊ ഇത്രയാണ് നമ്മൾ 4 തട്ടിലായിട്ട് വെക്കാൻ പോകുന്നത്. നമ്മളെല്ലാം അരിവാണ്, വെള്ളം എല്ലാം ഒരേ അളവിൽ കിട്ടണം. നമ്മൾ നാരങ്ങ കൊടുക്കല്ലോ. ഇത് പാസ്പോർട്ട് ആദ്യമായിട്ട് അരക്കാണെങ്കിൽ നമുക്ക് നാരങ്ങ വേണം. അപ്പൊ രണ്ടാമത്തെ നമുക്ക് പപ്പായ എടുത്ത് വെക്കും. മഷ്റൂം വരും. നമ്മുടെ പാസ്പോർട്ട് മൊത്തത്തിട്ടുണ്ട്. തക്കാളി ഇത് വേണം. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്ക് കറണ്ടിൽ കുത്താം. നമ്മുടെ മെഷീൻ ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇത് ടൈമാണ് കാണിക്കുന്നത്. 10 മണിക്കൂർ. നമുക്ക് 10 വേണ്ട, 9 മണിക്കൂർ. 9 മണിക്കൂർ കൊണ്ടാണ് നമുക്കിത് ഉണങ്ങി കിട്ടുന്നത്. 9 മണിക്കൂർ വേണം. 70 ഡിഗ്രിയാണ് കൊടുക്കുന്നത്. 69, 60, 55, 50, 45 ഡിഗ്രി. 45 ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഉണക്കാൻ പോകുന്നത്. നമ്മുടെ മെഷീൻ ഓണായി വന്നിട്ടുണ്ട്. 9 മണിക്കൂർ കൊണ്ട് നമ്മുടെ 45 ഡിഗ്രി ചൂടിൽ ഡീഹൈഡ്രേറ്ററിന്റെ ഫസ്റ്റത്തെ എൻ്റെ ആയിട്ടുണ്ട്. ഇത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. തക്കാളി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടാണ്, പക്ഷെ അത് ഈ രീതിയിലല്ല വെക്കേണ്ടത് തോന്നുന്നു. അത് അത്ര റെഡി ആയിട്ടില്ല. നമ്മുടെ മഷ്റൂം അതെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പപ്പായ ആയി, വെള്ളം വലിഞ്ഞു, കളറൊന്നും പോയിട്ടില്ല, കുറച്ച് കളറാവാനുണ്ട്. നാരങ്ങയുടെ തൊലിയെല്ലാം ഇതായി ആയിട്ടുണ്ട്. എന്നാലും ഒരു പൊടിങ് കിടാം. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ ഒന്നും കൂടെ വെക്കുവാണ്. മഷ്റൂം റെഡി ആയിട്ടുണ്ട്, തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഓണാക്കുവാണ്. ഈ ഹൈറ്ററിൽ വെച്ചാൽ എല്ലാ പഴങ്ങളും റെഡി ചെയ്ത് ഉണ്ടെങ്കിൽ നല്ല പൊരി പോലെ ഇരിക്കുന്നുണ്ട്. എടുത്തു നോക്കാം. തക്കാളി എല്ലാം നല്ല പൊരി ആയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ വെച്ച് പാഷൻപൂട്ടിൻ്റെ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഓരോ സാധനത്തിനും ചൂടിന്റെ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. വെള്ളം വലിഞ്ഞിട്ടുണ്ട്. മഷ്റൂം നല്ല പൊരി പോലെ ആയിട്ടുണ്ട്. പപ്പായൊക്കെ ഉണങ്ങി ഇരിക്കുന്നുണ്ട്. ഉണക്കി വെച്ച് കഴിച്ചാൽ നല്ല ഇരിക്കുക അല്ലെ. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് നാരങ്ങ. ഇത് ഒരു കളർ പോലും മാറിയിട്ടില്ല. ഇത് കണ്ടോ. നമ്മുടെ തക്കാളി കളറ് പോയിട്ടില്ല. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത് പൊടിച്ചു കൊടുക്കാൻ ടെസ്റ്റിന്റെ പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൽ പപ്പായ പോലും എന്തും നമുക്ക് എല്ലാ പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തിറക്കാം. ഒരുപാട് ബിസിനസ് ഐഡിയകളുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഗുണം പോകുന്നില്ല, കളറ് പോകുന്നില്ല, ഒരുപാട് കറണ്ട് ചാർജും വരുന്നില്ല. നമുക്ക് ഒരുപാട് ബിസിനസ് ഐഡിയസ് ഉണ്ട്. ഇതുകൊണ്ട് അതൊക്കെ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ കൂടി അമർത്തുക.